സോ ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ബബ്ബബ്ബ എന്ന മൂവി കണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ബബ്ബബ്ബ എന്ന മൂവിയെ പറ്റിയിട്ട് ഒരു 3 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ആയിട്ട് 3 വീഡിയോസ് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു 80% കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് വന്നിട്ടുമുണ്ട്. സോ നമ്മുടെ ഫൈൻഡിങ്സ് ഒന്നും വെറുതെ ആയിട്ടില്ല. സോ അതിനാൽ തന്നെ ഞാൻ കുറച്ചൊക്കെ ഹാപ്പിയാണ്. കാര്യം നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് വരാന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സോ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മൂവി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. സോ പേഴ്സണലി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം ഇറങ്ങുന്നത് കേട്ടോ. അതായത് ഈ പടത്തിന്റെ ടൈറ്റിൽ ഉള്ളതുപോലെ തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ്. ഈ പടത്തിൽ നമ്മൾ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ലോജിക്ക് നോക്കാതെ നമ്മൾ ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പടം അടിപൊളിയായിരിക്കും കേട്ടോ. ഇതൊരു പക്ക മാസ് കോമഡി എന്റർടൈനർ പടമാണ്. കാര്യം അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിനകത്ത് അത്യാവശ്യം ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കോമഡി ഉണ്ട്, ഒരുപാട് മാസ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. അതൊക്കെ അവർ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടാണ്. കാര്യം ഈ പടത്തിനകത്ത് ഒരുപാട് സ്പൂഫുകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ആ ഒരു സ്പൂഫുകളും കാര്യങ്ങളൊക്കെ തന്നെ അതൊരു പക്കായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിടത്തും അങ്ങനെ മടുപ്പായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇതൊക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ. കാര്യം നമുക്ക് ഇതിലെ സ്പൂഫുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു അധികമാണ് അല്ലെങ്കിൽ ഇത് ഓവർ ആണെന്നും നമുക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടില്ല. പേഴ്സണലി കറക്റ്റായിട്ട് തന്നെയാണ് ഇതിന്റെ സ്പൂഫുകളും കാര്യങ്ങളൊക്കെ തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരിടത്തും നമുക്ക് ഓവറായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ മേക്കിംഗ്, കൊറിയോഗ്രഫി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മേക്കിങ്ങിനെ പറ്റി നമുക്കൊന്നും പ്രത്യേകിച്ച് നെഗറ്റീവായിട്ട് പറയാനായിട്ടൊന്നും ഇല്ല. പിന്നെ പടത്തിന്റെ പേര് പോലെ തന്നെ ഭയം, ഭക്തി, ബഹുമാനം, ആ ഒരു കാര്യം കറക്റ്റായിട്ട് സിനിമയ്ക്ക് അത് കാണിക്കുന്നുണ്ട്. അതായത് ഭയം എന്താണെന്നും ഭക്തി എന്താണെന്നും ബഹുമാനം എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം കിട്ടേണ്ടതുപോലെ കിട്ടുന്നുമുണ്ട്, കൊടുക്കേണ്ടതുപോലെ കൊടുക്കുന്നുമുണ്ട്. സോ അതെല്ലാം തന്നെ പക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആക്ടിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആക്ടിംഗ് ഒക്കെ വേറെ ലെവലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് പേരുടെ റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ. ചിലരൊക്കെ പറയുന്നിട്ട് ഈ പടത്തിന് അവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു, അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്നൊക്കെ പറയുന്നിട്ട്. കാര്യം നമ്മൾ കാണാൻ പോയ സമയത്ത് പടം കണ്ട ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂടിരുന്ന ആൾക്കാരെല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് കണ്ടത്. അതായത് ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ക ഫാൻ ബോയ് പടം, തിയേറ്ററിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടം. നിങ്ങൾ ഇതിനെ അങ്ങനെ കണ്ടാൽ മതി. അതായത് ഫാൻസിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലം പടം. അതായത് ഫാൻസിന് ലാലേട്ടൻ, ദിലീപേട്ടൻ, അതുപോലെ തന്നെ തളപതി, പിന്നെ കുറെ ട്രെൻഡിങ് ആയ ഡയലോഗും എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതിനെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന ആളുകൾക്ക് ഈ പടം എന്തായാലും ഇഷ്ടപ്പെടും. അല്ലാതെ ഇതിനകത്ത് ലോജിക്ക് നോക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാനോ ഇങ്ങനെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം ബോറായിട്ട് തോന്നും. ഇതിന്റെ ടൈറ്റിലിൽ തന്നെ അവർ പറയുന്നുണ്ട് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്ന് അവർ പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് കേട്ടിട്ടും പടം പോയി കണ്ടിട്ട് പറയാണ് ബോറാണെന്ന്. ഞാൻ വന്നിട്ട് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ഇരുന്ന് പറയുന്നത് വിചാരിക്കരുത്. ഒരു പടവും പെർഫെക്റ്റ് അല്ല. ഇതിനകത്ത് ഡ്രോബാക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇതിനകത്ത് ആകെ എനിക്ക് ഫീൽ ചെയ്ത ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒരു ഇമോഷണലി കുറച്ചുകൂടി കണക്ട് ചെയ്യുന്ന രീതിയിൽ ആക്കാമായിരുന്നു. ഫ്ലാഷ് ബാക്കിന്റെ സീനും കുഴപ്പമില്ല, അതൊരു ഓക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അതിനകത്ത്. പക്ഷെ കുറച്ചുകൂടി ഒരു ഇത് വേണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു തളപതി ബോയ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പിള്ളേരെ കാണിക്കുന്നുണ്ട്. അവരാണ് സിനിമ നരേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഒരു ഇതായിട്ട് തോന്നി. സോ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയെല്ലാം പക്കാണ്. ഒരുപാട് സിനിമകളിലെ റെഫറൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ട്രെയിലറിനകത്ത് ടീസറിനകത്ത് കണ്ടതല്ലാതെ ഒരുപാട് പടങ്ങളിലെ റെഫറൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഏത് പടമാണെങ്കിലും ഓവറായിട്ട് ഹൈപ്പ് വെച്ചിട്ട് ഓവറായിട്ട് എക്സൈറ്റഡ് ആയിട്ട് പോയി കാണാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് അടിച്ചു പൊളിക്കണം, നിങ്ങൾക്ക് ഒന്ന് എന്റർടൈൻ ചെയ്യണം, നിങ്ങൾക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി എന്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഒന്നും വെക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പ് ഒന്നും വെക്കാതെ നിങ്ങൾ ഈ പടം പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ പടത്തിനകത്ത് ലാലേട്ടന്റെ കാര്യം ഞാൻ വിചാരിച്ചു ലാലേട്ടന് കുറച്ച് പോർഷൻസ് ഉണ്ടായിരിക്കത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ലാലേട്ടനകത്ത് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നൊരു ക്യാരക്ടർ കൂടിയാണ്. ലാലേട്ടന്റെ പോർഷൻസ് എല്ലാം തന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ കോമഡിയും കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ബോറിംഗ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പലരും പറയുന്നത് ഭയങ്കരമായിട്ട് ബോറിംഗ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ ഹൗസ്ഫുൾ ആയിട്ടുള്ള തിയേറ്റർ തന്നെ പോയി ചൂസ് ചെയ്യാം കേട്ടോ. നല്ല വൈബുള്ള ആളുകളുടെ കൂടെ പോയിട്ട് നിങ്ങൾ ഈ പടം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ലൊരു കിടില എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ പടം ഇറങ്ങുന്നതിന് മുമ്പും ഇറങ്ങിയതിന് ശേഷമൊക്കെ തന്നെ ഒരു സൈഡിലായിട്ട് നല്ല രീതിയിൽ ഹേറ്റ് നടക്കുന്നുണ്ട്. സോ ഒരിക്കലും നിങ്ങൾ ഒരു ആക്ടറിന്റെ ഇത് വെച്ചിട്ട് ഒരു പടത്തിനെ ഹേറ്റ് ചെയ്യാൻ നിൽക്കല്ലേ. നമ്മളൊരു മൂവി കാണുമ്പോൾ നമ്മളതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് മാത്രം കാണുക. അല്ലാണ്ട് ആ പടത്തിനെ ഹേറ്റ് ചെയ്യാൻ പോവാതെ അല്ലെങ്കിൽ അതിന് ഇല്ലാത്ത നെഗറ്റീവുകൾ ഉണ്ടാക്കി പറയാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പടം കാണാനിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ചിലപ്പോൾ സമയം കിട്ടാതെ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ച് പിന്നെ കാണാൻ വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും. പിന്നെ അവർ ചിലപ്പോൾ പടം കാണണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ പറയാം. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു കാര്യത്തെ ഡീഗ്രേഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ദിലീപേട്ടന്റെയും ലാലേട്ടന്റെയും ഇങ്ങനൊരു പടം വരുന്നുണ്ട്, എന്തായാലും അതൊരു വെറുത്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്
ഞാൻ പോയത്. എനിക്കത് മുതലാവുകയും ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് പടത്തിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കണ്ടന്റുകൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ റിയൽ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്റർടൈൻ ചെയ്യുന്ന രീതിയിലാണ് ഒരു പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഈ പടം കാണാൻ ശ്രമിക്കുക. നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കണം. നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യണം. നിങ്ങൾ ആ ഒരു വൈബുള്ള ആളുകളുടെ കൂടെ പോയിട്ട് പടം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അന്നേരം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാനൊക്കെ പോയ സമയത്ത് നല്ല രീതിയിൽ വൈബുള്ള ആളുകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. സിനിമയ്ക്കകത്തൊരു ഫൈറ്റ് സീൻ ഉണ്ട്, അതായത് പോലീസുകാരായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. അതിനകത്ത് ഒരു 3-4 പാട്ടൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാട്ടിൻ്റെ ഒക്കെ ഫൈറ്റ് കാണുന്നതിന് കൂടുതൽ ആൾക്കാർ ആ പാട്ടിനൊപ്പം ഡാൻസ് കളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പടം. പിന്നെ ചില ആളുകൾ റീസെന്റ് ആയിട്ട് വന്നിട്ട് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ബാലയ്യയുടെ റീസെന്റ് ആയിട്ട് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പടം പോയി കണ്ടിട്ട് അടിപൊളിയാണ്, കൊള്ളാം, സൂപ്പറാണ്, ബോറിംഗ് ഒന്നും ഇല്ല, നന്നായിട്ട് എൻജോയ് ചെയ്തു, ലോജിക് ഒന്നും ഇല്ലെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ ഈ ഒരു പടം പോയി കണ്ടിട്ട് പറയുന്നതാണ് ഒരു ലോജിക്കും ഇല്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല, ആകെ മൊത്തം ബോറിംഗ് ആണെന്ന്. ഐ ഡോണ്ട് നോ വൈ ദോസ് ഗൈസ് ആർ ഹാവിംഗ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ റോ ഓഡിയൻസ്. അതൊക്കെ അവരുടെ ഇഷ്ടം, അവരുടെ ഒപ്പീനിയൻ. സോ എനിക്ക് അങ്ങനെ ഫീൽ ജസ്റ്റ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആരുടെ ഫാനോ കാര്യങ്ങളൊന്നും അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. പക്ഷേ ഈ ഒരു മൂവിയുടെ കാര്യത്തിലെടുക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ ഒരു മൂവിനെ മനഃപൂർവ്വം ഡിഗ്രേഡ് ചെയ്യുന്നതായിട്ട് തോന്നി. സോ അങ്ങനൊന്നും പാടില്ല. നിങ്ങൾ ഇതിനൊരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നതായിരിക്കും. ഇതെന്റെ ഒരു ഒപ്പീനിയൻ ആണ്. സോ ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി വരുന്നുണ്ട്. അതിൽ തമിഴിലൊരു മെയിൻ ലീഡ് സ്റ്റാർ വരുന്നുണ്ട്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുവിധം കണക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ ലാലേട്ടനുമായിട്ടുള്ള ഒരു പോർഷനകത്ത് എന്താണ് ഈ മൂവിക്ക് സെക്കൻഡ് പാർട്ട് വരാനുള്ള കാരണം എന്നുള്ള കാര്യം അതിൽ കണക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു കുറവായിട്ട് തോന്നിയൊരു കാര്യമുണ്ട്. ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും ഒരു കോമ്പിനേഷൻ ഫൈറ്റ് ഇതിനകത്ത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ലാലേട്ടന്റെ ക്ലൈമാക്സിലെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവിടെയും ചില എപ്പിക് സീനുകളൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കിടിലം മോഡിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് വണ്ടികൾ ഈ പടത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ പടം ഓവറാൾ ഒരു അടിപൊളിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ, പുള്ളിക്കാരനും ദിലീപും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അവർ തമ്മിലൊരു പരിപാടി കാണിച്ചുകൊണ്ടാണ്, അതായത് നെക്സ്റ്റ് പാർട്ടിലേക്കുള്ള ലീഡ് കാണിച്ചുകൊണ്ടാണ് പടം എൻഡ് ചെയ്യുന്നത്. പിന്നെ ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും കോമ്പിനേഷൻ ഡാൻസ് അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ വേറെ വൈബായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു എനർജി ലെവലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കാണുന്ന ആൾക്കൂടി, അതായത് നിങ്ങൾ നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും. സോ മാക്സിമം നിങ്ങൾ എന്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള എലമെന്റ്സ് ഒക്കെ തന്നെ പടത്തിനകത്തുണ്ട്. പലരും പറയുന്നുണ്ട് ബോറാണെന്നൊക്കെ. എനിക്ക് അങ്ങനെ ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അതായത് എനിക്ക് ആകെ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് തളപതി ബോയ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആ ഒരു പരിപാടി ചെറുതായിട്ടൊന്നും ബോറിംഗ് ആയിട്ട് തോന്നി. അതായത് ഇതിനകത്ത് സ്പൂഫുകളുണ്ട്, ലോജിക് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടീസറിനകത്തും ട്രെയിലറിനകത്തും പോസ്റ്ററിനകത്തും എല്ലാം തന്നെ പറഞ്ഞു പോയി കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പടം കണ്ടിട്ട് പറയാണ് പടം ബോറിംഗ് ആണ്, പടം സ്പൂഫാണ്, പടം ലോജിക് ഇല്ല എന്നാണ് കുറെ ടീമുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഞാൻ ആരുടെയും ഫാനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല പടമാണെങ്കിൽ നല്ല പടം തന്നെ ഞാൻ പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും. സോ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഒരു എന്റർടൈനർ തന്നെയാണ്. ഇതിനകത്ത് ലോജിക് ഒന്നും നോക്കാൻ നിൽക്കേണ്ട, ഒരു എന്റർടൈനർ അല്ലെങ്കിൽ പക്ക വൈബ് പടം എന്ന രീതിയിൽ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. എത്രയൊക്കെ ലോജിക് ഇല്ല എന്ന് പറഞ്ഞാലും ലോജിക് എന്ന് പറഞ്ഞിട്ട് പോയി പടം കാണുന്ന കുറെ ആൾക്കാരുണ്ട്. എന്നിട്ട് വന്നിട്ട് കുറെ കുറ്റങ്ങൾ അങ്ങനെ അടിച്ചുവിടും. കുറെ പേർക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ പേരാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ വെച്ചിട്ട് അതിനെ നല്ല രീതിയിൽ ഹേറ്റ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാര്യം റീൽ വേറെ, റിയൽ ലൈഫ് വേറെ. അങ്ങനെ കാണുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞുകൊണ്ട് ലോജിക് ഒന്നും നോക്കാതെ ഒരു പക്ക എന്റർടൈനർ അല്ലെങ്കിൽ അടിച്ചുപൊളി പടം എന്ന രീതിയിൽ പോയി കണ്ടു. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ നല്ല വൈബുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ പടം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ മുമ്പിട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഏകദേശമൊക്കെ അത് കറക്റ്റ് ആയിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മുമ്പും ഇറങ്ങിയ സിനിമകളുടെയൊക്കെ ഹിഡൻ ഫാക്ട്സ് അല്ലെങ്കിൽ ഫൈൻഡിങ്സ് ആയിട്ട് നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ പ്രഡിക്ഷൻസും ഫൈൻഡിങ്സ് ഒക്കെ തന്നെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു. സോ ഇതുപോലെയുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.